ഡ്രൈവിംഗ് ടെസ്റ്റ് സമരത്തിൽ പരിഹാരം വൈകുന്നതിൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ CPIM തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കരുത് എന്നും തൊഴിലാളി സംഘടനകളുമായി ചർച്ച നടത്തണമെന്നും CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറഞ്ഞു. നവീകരണം വേണം. അത് നവീകരണം വേണം എന്ന് ഗവൺമെന്റിന് തോന്നിയാൽ നവീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ ഒരു കോൺസെൻസസ് ഉണ്ടാകണം. ബന്ധപ്പെട്ട ആൾക്കാരുമായി ചർച്ച നടത്തണം. അതിൽ മാതൃകാപരമായൊരു സമീപനം ബഹുമാനപ്പെട്ട മന്ത്രി കാട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു മന്ത്രിയാണ്. അപ്പോൾ സ്വാഭാവികമായും എന്തെങ്കിലും പെശകുകൾ പറ്റിയാൽ തിരുത്തുന്നതിനും അദ്ദേഹം തയ്യാറാവും. പ്രത്യേകിച്ച് ഉത്തരവാദപ്പെട്ട സംഘടനകളെയും വ്യക്തികളെയും വിളിച്ചു ചേർത്ത് ഒരു ചർച്ച നടത്തി ഒരു ധാരണയിലെത്തുന്നതായിരിക്കും കൂടുതൽ നന്നാകുക. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ സംസ്ഥാനത്ത് ഇന്നും പ്രതിഷേധം തുടരുന്നു. തൃശൂർ അത്താണിയിൽ പ്രതീകാത്മക ശവക്കുഴിയൊരുക്കി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധിച്ചു. തിരുവനന്തപുരം മുട്ടത്തറയിലും കൊച്ചിയിലും ഇന്നും ടെസ്റ്റ് നടത്താനായില്ല. കൊല്ലം ആശ്രാമ മൈതാനത്ത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ കഞ്ഞിവെച്ച് സമരം ചെയ്തു. അതിനിടെ സ്വന്തം വാഹനവുമായി എത്തിയയാളുടെ റോഡ് ടെസ്റ്റ് നടത്തി. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്നും അരുൺ രാജ് കൊല്ലത്ത് നിന്നും അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം സലിം മാലിക്കിലേക്ക്. സലിം, ഈ ബാലൻ നൽകുന്ന പ്രതികരണം എന്ത് സൂചനയാണ്? കൂടാതെ ഇന്നിപ്പോൾ അവിടെ ടെസ്റ്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട സാഹചര്യം എന്താണ്? വേണു, AK ബാലന്റെ പ്രതികരണം അത് ഗതാഗത മന്ത്രിയെ പ്രത്യേകിച്ചും ഗതാഗത വകുപ്പിനെ കൂടുതൽ ഒറ്റപ്പെടുത്തുന്ന ഒരു പ്രതികരണമാണ്. കാരണം CPIMന്റെ പോലും പിന്തുണ ഈ തീരുമാനത്തിന് ഇല്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, അത് ഗതാഗത വകുപ്പ് മന്ത്രിക്കെതിരായ ഒരു CPIMന്റെ നിലപാട് എന്ന നിലയിൽ പറയാൻ കഴിയില്ലെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് CITU ഈ സമരത്തിൽ പങ്കെടുക്കുന്നെങ്കിലും CITUവിനെ പോലും ഒപ്പം നിർത്താനോ വിശ്വാസത്തിലെടുക്കാനോ ഇതുവരെയും ഗതാഗത വകുപ്പിനും ഈ തീരുമാനത്തിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഒരു വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇത് എവിടേക്ക് എത്തും, അല്ലെങ്കിൽ ഈ പരിഷ്കരണം ഏത് നിലയിൽ അവസാനിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. 23-ന് മന്ത്രിയുമായ ഒരു കൂടിക്കാഴ്ചയുണ്ട്. അതുവരെയും ഇനിയും അതിനും ദിവസങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ അതുവരെ എങ്ങനെ ഈ റോഡ് ടെസ്റ്റ് നടക്കും? ഓരോ ദിവസവും ഈ ബുക്ക് ചെയ്യുന്നതിനടക്കമുള്ള ആളുകളുടെ എണ്ണം 100-ലധികമാണ്. അങ്ങനെ ഈ കണക്ക് ഉയർന്ന് ഒരു വലിയ നിലയിലുള്ള ആളുകൾ ഈ ലൈസൻസ് ടെസ്റ്റിനായി കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ കൂടി സംസ്ഥാനത്ത് വരികയും ചെയ്യും. ആ നിലയിലാണ് ഇപ്പോഴത്തെ കാര്യം. അപ്പോൾ അതിനെയൊക്കെ പരിഹരിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം കൊടുക്കുകയും ടെസ്റ്റ് ഉറപ്പായും നടത്തണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷേ ടെസ്റ്റ് നടത്തണമെങ്കിൽ ടെസ്റ്റ് നടത്താനായുള്ള ആളുകൾ എത്തണം. അതും പല സ്ഥലങ്ങളിലും എന്നല്ല, മിക്ക സ്ഥലങ്ങളിലും ആ നിലയിൽ ആളുകൾ പോലും ഇവിടേക്ക് ടെസ്റ്റിനായി സ്വന്തം വാഹനത്തിൽ എത്താത്തൊരു സാഹചര്യമുണ്ട്. കാരണം നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സ്വന്തം വാഹനത്തിൽ ടെസ്റ്റിനെത്തുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അതിനപ്പുറത്തേക്ക് ഡ്രൈവിംഗ് സ്കൂളുകൾ നൽകുന്ന വാഹനത്തിലാണ് അവരൊക്കെയും ടെസ്റ്റിന് എത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിലെ സംഘടനകൾ മുഴുവൻ ഈ നിലയിൽ വിട്ടുനിൽക്കുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല, ഇന്ന് മുട്ടത്തറയിൽ സംഭവിച്ചതും ഏറെക്കുറെ സമാനമാണ്. കാരണം രാവിലെ 8 മണിക്ക് ആദ്യഘട്ടത്തിൽ 23 പേർക്കാണ് സ്ലോട്ട് അനുവദിച്ചത്. ആ 23 പേരും ഇവിടേക്ക് ഈ പേര് വിളിച്ചെങ്കിലും ആരും ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. 2 പേർ സ്വന്തം വാഹനത്തിൽ എത്തിയെങ്കിലും ഇവിടുത്തെ പ്രതിഷേധക്കാർ അവരെ മടക്കി അയക്കുകയായിരുന്നു. അതിനൊരു വലിയ വാക്കുതർക്കമൊന്നും ഉണ്ടായില്ല. ഈ പ്രതിഷേധക്കാർ അവരെ പറഞ്ഞ് തിരികെ അയക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സംസ്ഥാനത്ത് എല്ലായിടത്തും ആ നിലയിലുള്ള ഒരു പ്രതിഷേധവും ഒക്കെയാണ് നടക്കുകയും ചെയ്യുന്നത്. 86 ഇടങ്ങളിൽ സംസ്ഥാനത്താകെ ടെസ്റ്റ് നടത്തുന്ന 86 സ്ഥലങ്ങളിൽ 77 ഇടവും ഡ്രൈവിംഗ് സ്കൂളിന്റെ അധീനതയിലുള്ളതാണ്. പക്ഷേ ഈ മുട്ടത്തറയിലാവട്ടെ അത് മോട്ടോർ വാഹന വകുപ്പിന്റെ അധീനതയിലുള്ള ഭൂമിയിലാണ് ടെസ്റ്റ് നടക്കുന്നത്. അവിടെ പോലും ആളുകൾ എത്താത്തൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ഈ ടെസ്റ്റിന് ഭൂമി കിട്ടിയില്ലെങ്കിൽ KSRTCയുടെ ഭൂമി ഏറ്റെടുക്കാൻ ഗതാഗത വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൽ 20ഓളം KSRTCയുടെ ഭൂമി കണ്ടെത്തിയിട്ടുണ്ട് എന്നുമാണ് പറയുന്നത്. മാത്രമല്ല, സർക്കാർ സ്കൂളുകളും സർക്കാരിൻ്റെ മറ്റ് ഗ്രൗണ്ടുകളും ഇതിനായി വിനിയോഗിക്കാനും ഒക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷേ അതൊക്കെ തയ്യാറാക്കി എടുക്കാനുള്ള ഒരു കാലതാമസമുണ്ട്. ആ കാലതാമസവും ഈ ടെസ്റ്റുകൾ മുന്നോട്ട് പോകുന്നതിൽ ബുദ്ധിമുട്ടായി തന്നെ വരുന്നു. മാത്രമല്ല, ഈ പ്രതിഷേധക്കാർ പറയുന്നത് ഇനി എവിടെ ടെസ്റ്റ് നടത്തിയാലും ശരി ആ ടെസ്റ്റിന് അവിടേക്ക് എത്തി പ്രതിഷേധിക്കും എന്നുള്ളൊരു നിലപാടാണ് ഇവിടുത്തെ പ്രതിഷേധക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് ഈ പ്രതിഷേധം ഏതെങ്കിലും ഒരു സ്വന്തം ഭൂമിയിൽ, സർക്കാരിൻ്റെ സ്വന്തം ഭൂമിയിൽ, ഗതാഗത വകുപ്പിൻ്റെ സ്വന്തം ഭൂമിയിൽ പ്രതിഷേധം നടത്തിയെന്നത് കൊണ്ട് മാത്രം ഈ പ്രതിസന്ധി അവസാനിക്കുന്നില്ല. കാരണം അവിടേക്കും പ്രതിഷേധവുമായി എത്തിയാൽ വലിയ നിലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ തന്നെ ഇവിടെ പോലീസിൻ്റെയൊക്കെ വലിയ സാന്നിധ്യം രാവിലെ മുതൽ തന്നെ അവർ ഉറപ്പാക്കിയിരുന്നു. ഗതാഗത വകുപ്പ് ഉറപ്പാക്കിയിരുന്നു, ഉദ്യോഗസ്ഥർ ഉറപ്പാക്കിയിരുന്നു. പക്ഷേ എന്നിട്ടും ആരും ടെസ്റ്റിന് ഇവിടേക്ക് എത്താത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ AK ബാലൻ്റെ ഈ പ്രസ്താവന കൂടി വരുന്നതോടുകൂടി ഗതാഗത വകുപ്പ് പ്രത്യേകിച്ച് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കൂടുതൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. അതിനിടയിൽ മന്ത്രി ഇപ്പോൾ നാട്ടിലില്ല എന്നുള്ളതൊരു വലിയ വിമർശനമായി തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. മന്ത്രി നാട്ടിലെത്തിയതിനു ശേഷം സംഘടനകളുമായി കൂടിയാലോചിച്ച്. ശരി, സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അരുൺ രാജ് കൊല്ലത്ത് നിന്ന് ചേരുന്നു. അരുൺ, എന്താണ് ഈ ആശ്രമ മൈതാനത്തെ സാഹചര്യം?
വീണ്ടും എന്തായാലും ഇപ്പോഴും ഈ പ്രതിഷേധം ഇവിടെ തുടരുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ കപ്പയും കഞ്ഞിയും വെച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും നടത്തുന്നത്. അവർ ഇതിൽ പറയുന്നത് ഈ മന്ത്രി വിദേശത്തേക്ക് പോയി ഇത്തരത്തിലൊരു തീരുമാനം നടപ്പാക്കാൻ നിർദ്ദേശിച്ചു എന്നുള്ളത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അവരുടെ ജീവിതം തന്നെ ഇപ്പോൾ വഴിമുട്ടി നിൽക്കുകയാണ്. എന്തായാലും പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാൻ തന്നെയാണ് ഇവർ എടുത്തിരിക്കുന്ന തീരുമാനം. മറ്റൊന്ന്, ഏതെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായാൽ അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോകാനുള്ള തീരുമാനം കൂടി ഇവർ കൈക്കൊണ്ടിട്ടുണ്ട്. നിലവിൽ 29 പേരാണ് കൊല്ലത്ത് ഇന്ന് ടെസ്റ്റിനായി രജിസ്റ്റർ ചെയ്തത്. പക്ഷേ ഈ 29 പേരിൽ ഒരാൾ മാത്രം, അതായത് പ്രൊഫിഷ്യൻസി ടെസ്റ്റിനാണ് ഒരാൾ എത്തിയത്. അയാൾക്ക് റോഡ് ടെസ്റ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ പ്രതിഷേധം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ പ്രതിഷേധങ്ങളെ മറികടന്നുകൊണ്ട് അയാൾ റോഡ് ടെസ്റ്റ് മാത്രം നടത്തി മടങ്ങുകയായിരുന്നു. അത് പ്രൊഫിഷ്യൻസി ടെസ്റ്റാണ് എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ആരെങ്കിലും ഒരാൾ സ്വന്തം വാഹനമായി എത്തിയാൽ അതിന് പരിപൂർണമായി സജ്ജമാണ് എന്നുള്ളത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതേസമയം ഇവരുടെ പ്രതിഷേധം ഈ ഗ്രൗണ്ടിൽ കൂടുതൽ കടുപ്പിക്കുകയാണ്. എല്ലാ സംഘടനകളുടെയും കൊടികളടക്കം ഇപ്പോൾ ഇതിനോടകം തന്നെ ഈ ആശ്രമ മൈതാനത്ത് ഉയർന്നു കഴിഞ്ഞു. കാരണം ഏതെങ്കിലും തരത്തിൽ വാഹനവുമായി ഇവിടെ ടെസ്റ്റിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ പ്രതിഷേധത്തിന്റെ ചൂട് അവർ അറിയും എന്നുള്ളതാണ് കൃത്യമായി ഇപ്പോൾ സമരക്കാർ പറയുന്നത്. മറ്റൊന്ന്, മന്ത്രിയുടെ വീട്ടിലേക്ക് ചെന്നുള്ള പ്രതിഷേധത്തിലേക്കും കാര്യങ്ങൾ എത്തും. ഇനി ഒരു പരിധി ലംഘിച്ചാൽ ഇതിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ മന്ത്രി എത്തുന്ന മുറയ്ക്ക് മന്ത്രിയുടെ വീട്ടിലേക്കടക്കം ചെന്നുള്ള പ്രതിഷേധത്തിനും സമരക്കാർ നിലവിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഒരു യോജിച്ചുള്ള പ്രക്ഷോഭം, യോജിച്ചുള്ള ഒരു സമരം, അതാണിപ്പോൾ ഇവർ തുടരുന്നത്. ഈ പ്രതിഷേധം ഓരോ ദിവസവും കൂടുകയാണോ? പ്രതിഷേധം ശക്തമാക്കാൻ ഞങ്ങൾ ശക്തമാക്കുക. മന്ത്രിയുടെ വീട്ടിലേക്ക് തന്നെ പോകാനുള്ള തീരുമാനമാണോ? കൊല്ലത്തുനിന്ന് എന്തായാലും 10-20 പെണ്ണുങ്ങൾ എന്തായാലും മന്ത്രിയുടെ വീട്ടിലോട്ട് വരും. ഞങ്ങൾക്ക് ജീവിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിച്ചു തരണം, അത് ഉറപ്പാണ്. ഇനി വെച്ച് ഇവിടെ പ്രതിഷേധം തീരുമെന്ന് മന്ത്രി കരുതണ്ട? ഒരു നേരം ആഹാരം കഴിക്കാമല്ലോ. മന്ത്രി കരുതണ്ട ഇവിടെ തീരുമെന്ന്? ഇവിടെ തീരത്തില്ല. ഈ പ്രശ്നം ഇവിടെ തീരത്തില്ല. ഞങ്ങൾക്ക് സ്ലോട്ടിന്റെ എണ്ണം ഒരു 100 എണ്ണമെങ്കിലും ആക്കി തരണം ഒരു ദിവസം. ഈ 60 എന്നുള്ളത് നിലവിൽ അത് 100ലേക്ക് മാറ്റണം എന്നുള്ളതാണ് നിലവിൽ ഇവർ ഉന്നയിക്കുന്ന ആവശ്യം. അത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുക. അത് മന്ത്രിയുടെ ഓഫീസ്, സ്വാഭാവികമായും മന്ത്രി KV ഗണേഷ് കുമാറിന്റെ സ്വന്തം ദേശം കൊല്ലമാണ്. അവിടേക്കടക്കം പ്രതിഷേധം കൂടുതൽ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് ഇനി അവർ ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും കപ്പയും കഞ്ഞിയും ഒക്കെയായി ഈ സമരം ഇങ്ങനെ കൂടുതൽ ജനകീയമാവുകയും കൂടുതൽ രോക്ഷാകുലമാവുകയും ചെയ്യുന്ന സാഹചര്യമാണ് കൊല്ലത്തുള്ളത്. വേണു. ശരി, ആർ അരുൺരാജാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അശ്വിൻ ബാലാഴി കൊച്ചിയിലുണ്ട്. അശ്വിൻ, കൊച്ചിയിലെ സാഹചര്യം എന്താണ്? ടെസ്റ്റ് ഇന്ന് നടത്താൻ എത്ര പേർ എത്തി? ആരെങ്കിലും എത്തിയോ? എന്താണ് സാഹചര്യം? കൊച്ചിയിലും പതിവ് പോലെ തന്നെയാണ് സാഹചര്യം. ഇന്നും രാവിലെ RTO ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. പക്ഷെ 9-10 വരെ അവർക്ക് ഇവിടെ തുടരേണ്ടതുണ്ട്. ആ സമയം കഴിഞ്ഞ ശേഷം അവർ മടങ്ങിപ്പോയി. ടെസ്റ്റിന് ആരും തന്നെ എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ഒരാഴ്ചയായി ടെസ്റ്റിന് രജിസ്റ്റർ ചെയ്ത് ആരും തന്നെ ഈ ഗ്രൗണ്ടിലേക്ക് എത്തുന്നില്ല. ഒപ്പം സ്വന്തം നിലയിൽ സ്വന്തം വാഹനത്തിൽ ടെസ്റ്റ് നടത്താനും ആരും എത്തിയിട്ടില്ല. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കാക്കനാട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിലാണ്. ഇവിടെ ഈ ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉടമകളൊക്കെ സമരവുമായി ഇപ്പോഴും തുടരുകയാണ്. അവരുടെ വാഹനങ്ങൾ ഗ്രൗണ്ടിൽ നിർത്തിയിട്ടുകൊണ്ടാണ് അവർ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി പ്രതിഷേധിക്കുന്നത്. 178 ഡ്രൈവിംഗ് സ്കൂളുകളാണ് ഈ കാക്കനാട്ട് ഗ്രൗണ്ടിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതും ടെസ്റ്റ് നടപടികൾ നടത്തുന്നതും. അവിടെയാണ് ഈ 60 സ്ലോട്ടുകൾ മാത്രമുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. അതാണ് ഇവർ പറയുന്ന ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. 178 ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്ന് ഒരാൾ വെച്ച് പോലും ഈ ടെസ്റ്റിൽ പങ്കെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം പുതിയ പരിഷ്കാരങ്ങൾ വെച്ച് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ നീക്കങ്ങൾ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കാക്കനാട്ട് ഗ്രൗണ്ടിൽ ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും സമരത്തിലാണ്. ഇന്നെന്തായാലും ഈ വാഹനങ്ങളുടെ റീടെസ്റ്റ് നടപടികൾ മാത്രമാണ് ഈ ഗ്രൗണ്ടിൽ ഇതുവരെ നടന്നിട്ടുള്ളത്. RTO ഉദ്യോഗസ്ഥരെത്തി 9 മണിയോടുകൂടി തന്നെ മടങ്ങിപ്പോയിട്ടുമുണ്ട്. മറ്റ് വലിയ പ്രശ്നങ്ങളൊന്നും എറണാകുളത്ത് നിലവിലില്ല. വേണു. ശരി, സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, അവിടെ വേറിട്ട പ്രതിഷേധമാണ് കണ്ടത്, എന്താണ് വിശദാംശങ്ങൾ? വേണു, ഇത്തരത്തിൽ തന്നെയാണ് തൃശ്ശൂർ അത്താണിയിൽ ഈ സമരം കടുപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ശവക്കുഴി തോണ്ടിക്കൊണ്ട്, പ്രതീകാത്മകമായി ശവക്കുഴി തോണ്ടി ആ ശവക്കുഴിയിൽ കിടന്നുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ഈ കടന്നിരിക്കുന്ന ഉടമകൾ എന്നുള്ളതാണ് പ്രധാനമായും. ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്ന് ഒരാൾ ഈ അത്താണിയിൽ ഈ ടെസ്റ്റിനായി എത്തുകയും ചെയ്തു. പോലീസിന്റെ ഉൾപ്പെടെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പോലീസിന്റെ ഉൾപ്പെടെ സഹായം ഇവിടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് തേടുകയും ചെയ്തിരുന്നു. ഒരാളാണ് ഇന്ന് ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയത്. ബൈക്കിന്റെ ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടിയാണ്
തന്നെയാണ് എത്തിയത്. പക്ഷേ ഈ വാഹനം ലഭ്യമാകാത്തതിനെ തുടർന്ന് മടങ്ങുകയും ചെയ്തു. ആ സ്ലോട്ട് കിട്ടിയെത്തിയ ആൾ മടങ്ങുകയും ചെയ്തു. എന്തായാലും ഈ സമരം കടുപ്പിക്കുക എന്നൊരു നിലപാടിൽ തന്നെയാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ എല്ലാവരും തന്നെ ഉള്ളത്. അവർ പറയുന്നത് ഈ സ്ലോട്ട് കൊണ്ട് കഴിയില്ല. കാര്യം ഈ 90-ലധികം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഈ ഗ്രൗണ്ടിൽ മാത്രം ടെസ്റ്റിനായിട്ട് എത്തുന്നുണ്ട്. അത് തൃശ്ശൂർ താലൂക്ക് മാത്രമല്ല, പുറമേ നിന്നുള്ള താലൂക്കുകളിൽ നിന്നുൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെയും പ്രശ്നം പ്രധാനമായും ഉയർത്തുന്നത് ഈ 90-ലധികം വരുന്ന ഡ്രൈവിംഗ് സ്കൂളുകളുണ്ട്. അവർക്ക് ഈ സ്ലോട്ട് മതിയാകില്ല. കാരണം ദൂരത്തുനിന്ന് ഉൾപ്പെടെ ഈ വണ്ടി ഓടി ഇവിടെ എത്തിയതിനു ശേഷം വേണം ഈ ടെസ്റ്റിൽ പങ്കെടുക്കണമെങ്കിൽ. അങ്ങനെ ഒരാൾ മാത്രമായി ഇങ്ങോട്ടേക്കൊക്കെ എത്തുമ്പോൾ ഉള്ള നഷ്ടം അത് ഒരിക്കലും താങ്ങാവുന്നതല്ല എന്നുള്ളതാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ എല്ലാവരും പറയുന്നത്. എങ്ങനെയാണ് പ്രതിഷേധം കടുപ്പിക്കുകയാണ്? പ്രതിഷേധം ശക്തമായിട്ട് കേരളം ഒട്ടുക്ക് നടക്കുകയാണ്. ഇതിൽ ഏറ്റവും വലിയൊരു അപകടകരമായിട്ടുള്ള ഒരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്യുവൽ കൺട്രോൾ സിസ്റ്റമാണ് വയ്ക്കുന്നത്. ഈ ഡ്യുവൽ കൺട്രോൾ സിസ്റ്റം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇൻസ്ട്രക്ടറാണ് ഇരിക്കുക. ഇൻസ്ട്രക്ടർക്ക് ഈ കുട്ടി എന്തെങ്കിലും അപാകത ഉണ്ടായാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതേസമയത്ത് ടെസ്റ്റ് കൊടുക്കുമ്പോൾ സാറന്മാർക്കും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഒരു കുട്ടി പുതിയതായി പഠിച്ചു വരികയാണ്. അതിന് ഏറ്റവും ഉദാഹരണം ഒരു ഡോക്ടർ, PG കഴിഞ്ഞ ഡോക്ടർ പോലും പിന്നീട് വലിയ ഡോക്ടറെ കൂടെ, അതായത് ഏറ്റവും ഉയർന്ന ഡോക്ടറെ കൂടെ നടന്ന് അതിനെ പ്രാക്ടീസ് ചെയ്ത് പിന്നെയാണ് ഒരു രോഗിയെ ചികിത്സിക്കാൻ പോകുന്നത്. ഇതേപോലെ തന്നെ ഒരു കുട്ടി പെട്ടെന്ന് എടുക്കുമ്പോൾ തന്നെ ആ കുട്ടീനെ ഉടൻ തന്നെ ഒന്നുമില്ലാതെ ഇറക്കി വിടുമ്പോൾ ഒരു വണ്ടി ഫ്രണ്ടിലേക്ക് കയറി വന്നാൽ, ഇപ്പോൾ നമ്മുടെ റോഡിൻ്റെ അവസ്ഥ അറിയാലോ, ഒരു വണ്ടി ഫ്രണ്ടിലേക്ക് കുത്തി കയറി വന്നാൽ ആ കുട്ടി ചിലപ്പോൾ ആക്സിലേറ്റർ ചവിട്ടിയാൽ ഉടൻ തന്നെ ടെസ്റ്റിന് പോകുന്ന സാറാണ് അത് ചവിട്ടി നിർത്തുക, അല്ലെങ്കിൽ ഒതുക്കി ആ കുട്ടീനെ ഫെയിലാക്കുകയാണ് ചെയ്യുക. അതില്ലെങ്കിൽ വൻ അപകടങ്ങൾക്ക് പോകും. മാത്രമല്ല ഈ ഇൻഷുറൻസ്, ഇപ്പോൾ നമുക്ക് ടെസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സ്കൂളിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കുമ്പോൾ ഡ്യുവൽ കൺട്രോൾ സിസ്റ്റം ഇല്ലാത്ത ഒരു വണ്ടിയും സ്കൂളിൽ കയറ്റാൻ പാടില്ല, നയമാണ്. അതേപോലെ തന്നെ ഇൻഷുറൻസിലും നമ്മൾ ചേർക്കണം, അല്ലെങ്കിൽ ഇൻഷുറൻസ് കിട്ടില്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ വണ്ടിക്ക് ഇൻഷുറൻസ് കിട്ടില്ല, കുട്ടികൾക്ക് ഇൻഷുറൻസ് കിട്ടില്ല, അതേപോലെ സാറന്മാരുണ്ടെങ്കിൽ അവർക്കും കിട്ടില്ല. ഇത്തരത്തിൽ തന്നെയാണ്. അതായത് ഈ രണ്ടാമത് ഇറക്കിയ സർക്കുലർ അപ്രായോഗികമാണ്. അതിൽ ഈ പറയുന്ന ഈ ഡ്യുവൽ കൺട്രോൾ സിസ്റ്റം അടക്കം പാടില്ല എന്നുള്ള നിലപാട് അത് ശരിയല്ല. അത് വലിയ അപകടം ഉണ്ടാക്കും. ഇൻഷുറൻസ് പോലും കിട്ടാത്ത നടപടികളിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഈ സമരവുമായി മുന്നോട്ട് പോവുക, അത് കടുപ്പിക്കുക എന്നൊരു നിലപാട് തന്നെയാണ് തൃശ്ശൂരിലുമുള്ളത്. വേണു. ശരി, സംസ്ഥാനത്ത് നിന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് പ്രതിഷേധം. സൂരജ് സജീം, അശ്വിൻ പാലാഴിയും, അരുൺ രാജും, സലിം മാലിക്കുമാണ് വിവിധയിടങ്ങളിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്.